ഈ ദിവസങ്ങളിലെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ അല്ലെങ്കിൽ ഈ മാസങ്ങളിലെ 2-3 മാസമായിട്ട് ഇത് കിടന്ന് ഓടെയാണ് കേരളത്തിൽ. മുഖ്യ താരം ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി പറയും പോകില്ല എന്ന്. പിന്നെ അപ്പോൾ ജോസ് കളത്തിങ്കിൽ പറയും ഞങ്ങൾ ജോസ് കെ മാണി പറഞ്ഞതാണ് ശരിയെന്ന്. അപ്പോൾ മറ്റൊരാൾ ഇവരെടുത്തിരുന്നിട്ട് പറയും പോണതാണ് ശരിയെന്ന്. അച്ഛന്മാരെല്ലാം കൂടെ പറയും UDF-ൽ പോകണമെന്ന്. UDF-ലുള്ള കുറച്ച് പേര് പറയും വരണമെന്ന്, കുറച്ച് പേര് പറയും വരണ്ടെന്ന്, കുറച്ച് പേര് പോകണം പോണ്ട പോണ്ടണം, വേണം വേണ്ട വേണ്ടണം വേണ്ട സ്പൂഹിലാണ്. കേരള കോൺഗ്രസ് പിളരുമോ? വലിയൊരു ചോദ്യമാണ്, ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. റോഷി അഗസ്റ്റ്യൻ ഇടതുപക്ഷത്ത് നിൽക്കുന്നു, അദ്ദേഹത്തിന് ഇടതുപക്ഷമാണ് ഇഷ്ടവും. പ്രമോദ് നാരായണൻ ഇടതുപക്ഷത്ത് നിൽക്കുന്നു. എന്നാൽ വലതുപക്ഷ മനസ്സും ഇടതുപക്ഷത്ത് നിൽക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ഗതികേടിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. മനസ്സ് മുഴുവൻ വലതുപക്ഷത്താണ്, പക്ഷെ നിൽക്കുന്നത് ഇടതുപക്ഷത്താണ്. പള്ളിയിലച്ചന്മാർ, മാമ്പളാനിക്കൽ അച്ഛനെ പോലെയുള്ള അച്ഛന്മാരും എല്ലാവരും പറയുന്നു കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം. അത് പറയുന്നത് ആന്റണി രാജുവും, ഇപ്പോൾ ജട്ടി കേസൊക്കെ തീർന്നല്ലോ, ആന്റണി രാജുവും PJ ജോസഫ് സാറും ജോസ് കെ മാണിയും ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കേരള കോൺഗ്രസ്, സ്കറിയ തോമസും ഒറ്റ കേരള കോൺഗ്രസ് ആയിട്ട് നിൽക്കണം. അതിന് പൊളിറ്റിക്കലായിട്ടൊരു ശക്തിയുണ്ട്. അങ്ങനെ നിന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. സമൂഹത്തിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ അധികാരത്തിൽ വന്നാൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നാണ് അച്ഛന്മാരുടെ ഒരു ഇത്. അതും നമ്മൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ വരുമ്പോഴാണ് ജോസ് കെ മാണി ഇന്ന് മനസ്സ് തുറന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നില്ല, പാറ പോലെ ഉറച്ചു നിൽക്കും. റെജി ലൂക്കോസ് ഒരാഴ്ച മുമ്പ് വരെ പാറ പോലെ ഉറച്ചു നിന്നു, മഞ്ഞ് പോലെ ഉരുകി. ഐഷ പോറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് പാറ പോലെ ഉറച്ചു നിന്നു. 2 വർഷത്തിന് മുമ്പ് വരെ 2023 വരെ പാറ പോലെ ഉറച്ചു നിന്നു. പിന്നെ എന്ത് ചെയ്തു? ചെറുതായിട്ട് പിന്നെ എന്തായി, മഞ്ഞുരുകാൻ തുടങ്ങി. പക്ഷേ 2 വർഷം എടുത്തു ഉരുകാൻ, 2.5 വർഷം എടുത്തു, 2.25 വർഷം എടുത്തു. ഇന്നലെ കംപ്ലീറ്റ് ഉരുകി മെഴുകുതിരി പോലെയായി. അടുത്ത ജീവനിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് കമ്മ്യൂണിസം കളഞ്ഞ് കോൺഗ്രസിലേക്ക് കയറി. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് കയറാനൊന്നും ഒരുപാട് സമയം വേണ്ട. ഇടിച്ച് മുണ്ടും മടുത്ത് കൂട്ടി അങ്ങ് കയറിയാൽ മതി. കാരണം അങ്ങനെയാണല്ലോ കയറിയതും ഇറങ്ങിയതും എല്ലാം അങ്ങനെയല്ലേ, UDF-ൽ നിന്ന് ഇറങ്ങിയവരല്ലേ. അതുകൊണ്ട് പിന്നെ കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. എന്തായാലും ജോസ് കെ മാണി കേരള കോൺഗ്രസിലെ പിളർക്കുമോ, ഒരു കഷ്ണമോ മൊത്തമായോ UDF-ൽ വരുമോ? ഇതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. 1 മാസം കൂടെ നീണ്ടു നിൽക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നത് വരെ ഈ അലകളടിക്കും. അപ്പോഴും ജോസഫ് ഗ്രൂപ്പിനൊരു തർക്കമുണ്ട്. മോൻസ് ജോസഫൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ PK കുഞ്ഞാലിക്കുട്ടി വേറൊരു കാര്യം, മാണി സി കാപ്പനെ കണ്ടൊരു ചർച്ച നടത്തി. അത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് പാലായിൽ ജോസ് കെ മാണിയെ നിർത്തിയിട്ട്, ജോസ് കെ മാണിയെ ഇടതുപക്ഷത്തിൽ കൊണ്ടുവന്ന് പാലായിൽ നിർത്തിയിട്ട് മാണി സി കാപ്പനെ വടക്കോട്ട് പിടിച്ച് മലപ്പുറത്തൊരു ഒരു മണ്ഡലത്തിൽ കൊടുത്ത് മാണി സി കാപ്പനെ ജയിപ്പിച്ചെടുത്തുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. മാണി സി കാപ്പൻ MLA ആയാൽ മതിയല്ലോ. അതിൽ മാണി സി കാപ്പൻ വീഴുമോ? ഇതും കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, VD സതീശൻ ഇറങ്ങിയിട്ടുണ്ട്, സോണിയാഗാന്ധി ഇറങ്ങിയിട്ടുണ്ട്, സകല പേരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് കെ മാണി പമ്പരവുമായി PP ഊതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു.